ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആകാശിന് മുന്നറിയിപ്പ് കൊടുക്കുന്ന ആര്യനെയാണ്. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ബാക്കിയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ബാലൻ്റെ ഒരു സ്കൂട്ടറിൽ വരുന്നു. ആ ഒരു വണ്ടിയുടെ മുന്നിലേക്കാണ് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമംഗലത്തുള്ള ബാലൻ്റെ അളിയന്മാർ രണ്ടുപേരും കൂടി ഈ കാറിനരികിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഒരു സ്കൂട്ടർ ഇവനിങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അതായത് കൃഷ്ണമംഗലത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ആണെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത് തന്നെ കൃഷ്ണമംഗലത്തെ ഈ അച്യുതനും അതായത് ഗോമതിയുടെ ആങ്ങളമാർ രണ്ടുപേരും ഉണ്ട്. അവൻ കാറ് തടയാനായിട്ട് വന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളിങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നും പറയണ്ട, കല്യാണ കാര്യം നോക്കി വന്നവരല്ല, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്തായാലും കാറിൽ നിന്ന് ഇറങ്ങി അതിനകത്തിരുന്ന ആൾ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ബാലനെ ചെന്ന് കെട്ടി അങ്ങോട്ട് പിടിക്കുക. മഹേന്ദ്ര, ബാല എന്നും പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹപ്രകടനം രണ്ടുപേരും കൂടി. ഇതെൻ്റെ അനിയൻ, ഇതെൻ്റെ ബാലൻ, ഇത് ഞങ്ങൾ പഴയ പരിചയക്കാരാ. ബാലൻ്റെ ഗോമതി സ്റ്റോഴ്സിനടുത്ത് ഞാനും ഒരു കട പണ്ട് നടത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ ഗോമതിയുടെ ആങ്ങളമാർ വലിയ കാര്യമില്ലാതെ ഇങ്ങനെ നിൽക്കുക, ഇഷ്ടമില്ലാതെ. അപ്പോൾ ബാലൻ പറഞ്ഞു, മഹേന്ദ്രൻ ഇപ്പോൾ സിറ്റിയിലെ ഏറ്റവും വലിയ പണക്കാരാ, എത്ര കെട്ടിടങ്ങൾ, എത്ര സൂപ്പർ മാർക്കറ്റ്, കോടീശ്വരനല്ലേ, കോടീശ്വരൻ. അപ്പോൾ ഗോമതി ഇറങ്ങി വന്നപ്പോൾ ഇതെൻ്റെ ഭാര്യ ഗോമതി, ഇതാണെൻ്റെ വീട്, വന്നേ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, വാ. ഇതൊക്കെ ഒന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഈ അളിയന്മാരിങ്ങനെ നിൽക്കുക. ഇനി ഒരിക്കലാകട്ടെ. അല്ല, എന്താ വിശേഷിച്ചത് ഇങ്ങോട്ടൊക്കെ വരാനായിട്ട്? അത് ശാരിക്കൊരു വിവാഹാലോചന. മോൾക്കോ? കല്യാണപ്രായമായില്ലേ അവക്ക്? ഞാൻ കാണുമ്പോൾ പൊടിക്കുട്ടി, കാലം എത്ര പെട്ടെന്ന് പോകുന്നു. അല്ല, പയ്യൻ എവിടെന്നാ? ഇവിടെ തന്നെ അച്യുതവർമ്മയുടെ മകൻ ആലോക്, ഇവിടുത്തെ ബന്ധു തന്നെയാ എന്നൊക്കെ പറഞ്ഞപ്പം കല്യാണമൊക്കെ ആകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. പയ്യൻ എങ്ങനെയാ കുടുംബം, സ്വഭാവം എന്നൊക്കെ ബാലനോട് തന്നെ ചോദിക്കുക. അറിയാലോ, പേര് കേട്ട കുടുംബക്കാരാ. പയ്യന് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല സ്വഭാവവും, എന്തുകൊണ്ടും ചേരുന്ന ആലോചനയാണ്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്ന് ബാലൻ പറഞ്ഞപ്പോഴേക്കും ഈ അച്യുതനും, അതായത് ഈ അളിയൻ്റെ ഒരാളുടെ പേര് ഞാൻ മറന്നുപോയി, അതാണ് ഈ അച്യുതനെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അളിയന്മാർ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കുന്നില്ല, സംസാരിക്കുന്നത് കാണുന്നേ ഉള്ളൂ. എന്തോ പറഞ്ഞ് കല്യാണം മുടക്കാൻ നോക്കുന്നതാ എന്നിങ്ങനെ പറഞ്ഞു. എന്തായാലും മഹേന്ദ്രൻ ഈ ബാലനോട് യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറുക. ഈ അളിയന്മാർക്ക് വലിയ പിടിച്ചിട്ടില്ല കേട്ടോ. ബാലനോട് വലിയ പരിചയം, നല്ല പരിചയമാണെന്നൊക്കെ പറഞ്ഞ് ഈ കല്യാണം അവർ വേണ്ടാന്ന് വെച്ചാലേ ഉള്ളൂ. അപ്പോഴേക്കും കോമതി പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം തോന്നുക. ഞാനോർത്ത് ബാലേട്ടൻ വല്ല കുറ്റവും പറയുന്നു. വ്യക്തിപരമായ വിരോധം ഇങ്ങനൊന്നും ബാലൻ തീർക്കില്ല. ആ സമയത്തേക്ക് അളിയന്മാർ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് കല്യാണം തെറ്റിക്കാൻ നോക്കിക്കാണൂലേ, അവർക്ക് ഞങ്ങളെ അറിയാം, ഞങ്ങൾ പറഞ്ഞോളാം. അപ്പോൾ ഗോമതി വന്ന് പറഞ്ഞു, ദൈവത്തിന് നിരക്കാത്ത ഒന്നും പറയരുത് കേട്ടോ. അല്ല, അലോകിൻ്റെ കല്യാണം ഈ നാട്ടിലെ ഉത്സവമായിട്ട് ഞങ്ങൾ നടത്തും. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ആഘോഷമായിരിക്കും അത്. എന്നാൽ നിങ്ങളും കേട്ടോ, കൃഷ്ണമംഗലത്തൊരു കല്യാണം നടക്കുന്നതിന് മുമ്പ് ഇവിടെ ദേവമംഗലത്തൊരു വിവാഹം നടക്കും. അതിൻ്റെ ആഘോഷം എങ്ങനെയാവുമെന്ന് നേരിട്ട് കണ്ടോ. എത്രയൊക്കെ മത്സരിച്ചാലും നീ വെറും ബാലനല്ലേ, പാരമ്പര്യം പറഞ്ഞ് നിനക്ക് മത്സരിക്കാൻ പറ്റുമോ? നിൻ്റെ അച്ഛൻ ആരായിരുന്നു? നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആരായിരുന്നു? നീ പറ, പാരമ്പര്യം എന്താന്ന് പറ. അപ്പോൾ ഗോമതി ചോദിച്ചു, ബാലേട്ടൻ്റെ പാരമ്പര്യം അറിയണോ? ഇപ്പം വന്നില്ലേ മഹേന്ദ്രൻ സാറ്, അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്, പറഞ്ഞു തരും. പയ്യനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ചോദിച്ചു. ഏറ്റവും ചേർച്ചുള്ള ആലോചനയാണ് ബാലേട്ടൻ ഇപ്പോൾ പറഞ്ഞത്, അതാണ് ബാലേട്ടൻ്റെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞു ഗോമതി. എന്നെ താലി കെട്ടി കൊണ്ടുപോയിട്ടും കുടുംബാവകാശം എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? അതാണ് പാരമ്പര്യം. പാരമ്പര്യം പറയാൻ വന്നിരിക്കുന്നു, ബാ ബാലേട്ടാ എന്നും പറഞ്ഞു ഗോമതി അങ്ങ് പോവാ. അപ്പോൾ ഈ ചേട്ടനും അനിയനും കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിൽ ആ ചേട്ടന് വലിയ ഒരു അത്രയ്ക്കും ഇങ്ങോട്ട് വിരോധമില്ല, അനിയനാണോ ഭയങ്കര വിരോധം. ചേട്ടനൊരു മയമൊക്കെ ഉള്ള പുള്ളിയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ രണ്ടുപേരുടെയും ഷർട്ടാണ്. മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് തയ്ക്കാവുന്ന നല്ലൊരു ചുരിദാറിൻ്റെ കോമ്പിനേഷനുള്ള ഷർട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശും ആര്യനും കൂടിയിട്ട് ഒരു ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവർ ഇങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. ഇതേസമയം നമ്മുടെ മീനാക്ഷിയെ കോൾ ചെയ്യുകയാണ് ആകാശ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്, പെണ്ണി ചോദിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നീ അല്ലേ പറഞ്ഞ് വരാനായിട്ട്, നീ റെഡി ആയിട്ട് നിന്നോ എന്ന് പറഞ്ഞു. ഇവളാണെങ്കിൽ നീ ഒറ്റയ്ക്കോ? ഇല്ലില്ല, ഉത്തരവാദിത്തപ്പെട്ടവരുമുണ്ട്, റെഡി ആയിട്ട് നിന്നോ. എന്തായാലും മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമായി. അയ്യോ, ഇവിടെ ഒന്നൊരു വൃത്തിയില്ലല്ലോ എൻ്റെ ഭഗവാനെ, ഇതിനിപ്പോൾ എപ്പം ചെയ്യാനാ, എങ്ങനെ വൃത്തിയാക്കാനാ
എന്നും പറഞ്ഞിട്ട് ഇവൾ ഓടി നടന്ന് അവിടെ ഇരുന്ന് ചായക്കപ്പെടുത്തോണ്ട് വെക്കുന്നു, ടേബിൾ ക്ലിയർ ആക്കുന്നു. അമ്മേ 4-5 പേർക്ക് ചായ എടുക്കാനുള്ള പാലിരിപ്പുണ്ടോ? അല്ല, ആരാ ഇപ്പോൾ വരുന്നത്? മീനാക്ഷിയാണെങ്കിൽ ഭയങ്കര വെപ്രാളം. പാലുണ്ട്. സ്നാക്സ് എന്തുണ്ടോ അമ്മേ? സ്നാക്സും ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഇങ്ങനെ വെകിളി പിടിക്കാതെ ആരാ വരുന്നതെന്ന് പറ. അമ്മയാണെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കേടി, പറയടി ആരാ വരുന്നേ? അമ്മ അങ്ങോട്ട് മാറി നിന്നേ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവള് ചൂലൊക്കെ എടുത്തോണ്ട് പോവാ. ഇവളുടെ ഡാഡിയും വന്നു. ഇതെന്താ ഇവിളി കാണിക്കണേ നോക്കിട്ട് ഇവള് പോയി തിണ്ണയടിക്കുന്നു. ഈശ്വരാ 15 മിനിറ്റ് ഷോ എന്ന് പറഞ്ഞ് വൃത്തിയാക്കുന്നു. ശാന്തി, ഇവക്കിതെന്താ പറ്റി? ഇത് ആരാ ഇത്? നീ വന്നേ ഇങ്ങോട്ടോ എന്നും പറഞ്ഞിട്ട് അച്ഛനമ്മേനെയും വിളിച്ചുകൊണ്ട് വരിക. മോള് തിന്നെ അടിച്ചു കഴിഞ്ഞു. എന്നിട്ട് കഥ കടച്ചിട്ടു. പെട്ടെന്ന് ഹോളടിക്കാനായിട്ട് വരുന്നു. അയ്യോ 2 പേരൊന്ന് മാറി നിൽക്കും, ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. എൻ്റെ പൊന്നെ, ഈ പെണ്ണിൻ്റെ ഇതെന്താ പറ്റിയേ? കഴിഞ്ഞ ദിവസം കാണാൻ വന്ന ചെറുക്കൻ്റെ ബന്ധുക്കൾ കാണുന്നു. അല്ല, അവർ വല്ലതും വരുമായിരിക്കും, അതായിരിക്കും. അവളെന്തെങ്കിലും കാണിക്കട്ടെ. അവർ വല്ല ഇപ്പോൾ ഫോൺ വിളിച്ച് കാണും, ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാകും, അതായിരിക്കും. എന്തായാലും അവസാനം കോളിംഗ് ബെല്ല് കേട്ടു. ഈശ്വര, അവരെത്തി. അയ്യോ, ഞാനിത് അടിച്ചു കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് അടിച്ച കൂടി സോഫയ്ക്കടിയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ഇവൾ ബാക്കി മുറിയൊക്കെ അടച്ചു വിട്ടു. ഈശ്വര, ഇതുകൊണ്ട് ഇവിടെ വെച്ചേക്കുവാണോ എന്നും പറഞ്ഞിട്ട് എന്തായാലും ഇവൾ അച്ഛനെ കഥക് തുറന്നു നോക്കിയപ്പോൾ ആകാശ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൂടെയാന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും എന്തിയേ? അവരൊക്കെ പിന്നെ. ഇപ്പം ഞാനാണ് ഉത്തരവാദിത്തപ്പെട്ട കാരണവർ. അച്ഛനും അമ്മയും അമ്മാവനും എല്ലാം ഞാൻ തന്നെയാണ്. ആരാ മോളെ അത്? അപ്പം ഞങ്ങളാങ്കിളെ എന്നും പറഞ്ഞ് ആര്യൻ തന്നെ ആകാശിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പോവാട്ടോ. ഇടിച്ചു കയറിയെങ്കിൽ എന്നു. നമസ്കാരം ആൻറ്റി. നമസ്കാരം അങ്കിളെ. ഹലോ അങ്കിളെ എന്നൊക്കെ പറഞ്ഞ് കയ്യിലൊക്കെ കയറി പിടിച്ചോട്ടോ ആര്യൻ. ആരാ രവേട്ട ഇവർ? അങ്കിൾ, എൻ്റെ പേര് ആര്യൻ, ഇതെൻ്റെ ചേട്ടൻ ആകാശ് എന്നൊക്കെ പറഞ്ഞ് ആര്യൻ പരിചയപ്പെടുത്തുകയാണേ. എന്തായാലും ഇവളുടെ അച്ഛന് മനസ്സിലായി കേട്ടോ ഇവരെ. നിങ്ങളെനിക്ക് മനസ്സിലായി. നിങ്ങൾ ഗോമതി സ്റ്റോഴ്സിലെ നിങ്ങളൊക്കെ ഗോമതി സ്റ്റോഴ്സ് വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അത് ഞങ്ങളുടെ സ്റ്റോറാ. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ്റെ. എനിക്കറിയാം, ബാലൻ്റെ മക്കളല്ലേ? അതെ 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 അങ്കിളെ, ഈ ടൗണിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന ഒരേ ഒരു ഷോപ്പാണ് ഞങ്ങളുടെ ഗോമതി സ്റ്റോഴ്സ്. അപ്പോഴേക്കും അവളുടെ അമ്മ പറഞ്ഞു, അയ്യോ ഞങ്ങൾ 1 മാസത്തിനുള്ള സാധനങ്ങൾ മേടിച്ചല്ലോ, നിങ്ങൾ പോയിട്ട് അടുത്ത ആഴ്ച വാ. അയ്യോ ആൻറ്റി തെറ്റിദ്ധരിച്ചു. അതിനല്ല അങ്കിളെ, ഞങ്ങൾ സാധനങ്ങളുടെ ഓർഡർ എടുക്കാൻ വന്നതല്ല. മീനാക്ഷി ഞെട്ടി നിൽക്കും കേട്ടോ, എന്താണെന്ന് മനസ്സിലാവാതെ. പിന്നെ നിങ്ങളെന്തിനാ വന്നേ? അയ്യോ വളരെ ഗൗരവമായൊരു ഫാമിലി മാറ്റർ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോഴേക്കും ആകാശ് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. നിങ്ങൾ ഇരിക്കുക എന്നാൽ. ആകാശ് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ 1 ഗ്ലാസ് വെള്ളം കിട്ടുമോ? അപ്പോൾ അമ്മയോട് പറഞ്ഞു കൊണ്ടുവരാനായിട്ട്. കെട്ടിയോൻ ഇങ്ങനെ പറയണോ ഭാര്യയോട്. അതായത് മീനാക്ഷിയുടെ അച്ഛൻ അമ്മയോട് പറഞ്ഞു, പോയി വെള്ളം എടുത്തോണ്ട് വാ, എന്നിട്ട് സംസാരിക്കാം. അപ്പോൾ ആകാശ് ഇരിക്കുന്നില്ല. ഏട്ടനെ ഭയങ്കര ബഹുമാനമാണ്, മുതിർന്നവർക്ക് മുമ്പിൽ ഇരിക്കില്ല. അങ്ങനൊന്നുമില്ല, ഇരിക്കുക. എന്തായാലും വെള്ളം കൊണ്ടുവന്നപ്പോൾ അത് മേടിച്ച് മാക്കാന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അങ്ങോട്ട് കുടിച്ചു കേട്ടോ. എന്നിട്ട് ഗ്ലാസ് തിരിച്ചു കൊടുത്തു. മതിയോ? മതി. ആകാശിനോട് ഇരിക്കാൻ പറഞ്ഞു. ആകാശ് ഇരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. അങ്കിളെ, നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. മീനാക്ഷിയാണെങ്കിൽ ഇത് കൊളാവുന്ന ഓർത്ത് തന്നെ നിൽക്കുക. അങ്കിളെ, ഇതെൻ്റെ ചേട്ടൻ. ഈ ഇരിക്കണ ആകാശും ഈ നിൽക്കുന്ന അങ്കിളിൻ്റെ മകൾ മീനാക്ഷിയും തമ്മിൽ സ്നേഹത്തിലാണ്. എടാ ഇതെന്തുവാടാ? ഇനി ഇവിടെ എന്ത് സംഭവിക്കും? ഫ്രണ്ട് ഡോർ അടിക്കുന്നതിന് മുമ്പ് ചാടി ഓടണം. അമ്മയാണെങ്കിൽ നേരാണോട് ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ഒച്ചയെടുക്കുക. ശാന്തയാകൂ ശാന്തി എന്നൊക്കെ അച്ഛൻ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് മോളെ വിളിച്ചു, മോളിങ്ങ് വന്നേ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാനുള്ള സ്നേഹവും അടുപ്പമൊക്കെ ഉണ്ടോ? അങ്കിൾ ഓക്കെ എന്നൊരു വാക്ക് പറഞ്ഞാൽ അടുത്ത ആഴ്ച കല്യാണമാണ്. അല്ല അതൊക്കെ ശരി, പക്ഷേ കല്യാണക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് പേരൻസ് തമ്മിലല്ലേ? അതങ്ങനെ തന്നെ വേണമല്ലോ എന്ന് ആകാശ്. ഞങ്ങൾ ഈ കാര്യം അഡ്വാൻസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ സ്മാർട്ട്നെസ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ധൈര്യവും ഉണ്ട്. ബാലനെ എനിക്കറിയാം, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കാര്യങ്ങൾ സംസാരിക്കാം. അതുപോലെ അത് മതി. കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തെങ്കിലും? നിങ്ങളുടെ ഈ സ്നേഹം മാത്രം മതി. ആകാശ് ചോദിച്ചെന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അതിനെന്താ, അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷിയുടെ അച്ഛൻ സോഫ്റ്റായിട്ട് തന്നെയാണ് സംസാരിച്ചത്. ആര്യനും ആകാശം കൂടെ വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങി വരിക. കണ്ടില്ലേട്ടാ, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കാര്യത്തിലാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത്. ഇതിപ്പോൾ 1 മാസത്തിനകം കല്യാണം നടക്കും. ഹാപ്പി അല്ലേ ഏട്ടൻ? ഡബിൾ ഹാപ്പി. എൻ്റെ പൊന്നെ, അവരങ്ങ് ഇറങ്ങിയതും കഥ കടച്ചിട്ട് പിന്നെ
മീനാക്ഷിയുടെ അച്ഛൻ നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഒരുത്തിനെ കയറി പ്രേമിച്ചത്? ദേ ഇവനെ ഇപ്പം നീ മനസ്സിലെടുത്ത് കളഞ്ഞോ? അയ്യോ ദേ നീ കണ്ടുപിടിച്ച മരവാഴ എന്തിനു കൊള്ളാം അവനെ. ദേ പലവ്യഞ്ജന കടക്കാരനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ പഠിപ്പിച്ച് സർക്കാർ ജോലിക്കാരിയാക്കിയത് എന്നും പറഞ്ഞിട്ട് അച്ഛന് ഭയങ്കര ദേഷ്യം. ഇവളെ തല്ലാനൊക്കെ തുടങ്ങുകയാണ്. അമ്മ തടയുക. ദേ അവനുമായിട്ട് ഇനി ഒരു ബന്ധവും പാടില്ല, നീയായിട്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചോ, പറഞ്ഞില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞ് അവളെ തള്ളിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. മീനാക്ഷി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും പിന്നെ കാണിക്കുന്നത് ഫുഡ് കഴിക്കണ സമയമാണ്. നമ്മുടെ ദേവമംഗലത്ത് ആനന്ദില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ആനന്ദ് എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്കും അവനകത്ത് കിടക്കുകയാണ്. എന്തു പറ്റി അവന് വയ്യേ? കല്യാണ സദ്യ വയറ്റി പിടിക്കാതെ കഴിച്ചൊക്കെ ഛർദ്ദിച്ചു എന്ന്. നേരെ നിൽക്കാനുള്ള ശേഷി പോലും ഇല്ലായിരുന്നു. ആര്യനും ആകാശം കൂടെ താങ്ങി പിടിച്ചോണ്ടാണ് വന്നത്. വന്നപാടെ കയറി കിടന്നതാണ്. എന്നിട്ട് നീ എന്നോട് പറയാതിരുന്നത്? ആര്യനും ആകാശം പറഞ്ഞു അച്ഛനോട് പറയണ്ട, നന്നായിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ ക്ഷീണം മാറിക്കോളൂന്ന്. അപ്പോഴേക്കും ആര്യം കൈയും കാലും കാണിക്കും കേട്ടോ. നീ എന്തിനാടാ കൈയും കാലും കാണിക്കുന്നത്? നിങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താടാ ആനന്ദിന്? പറഞ്ഞില്ലേ അച്ഛാ, കഴിച്ച ആഹാരത്തിൻ്റെ പ്രശ്നമായിരുന്നു. എന്തായാലും ഏട്ടൻ റെസ്റ്റ് എടുക്കട്ടെ. അമ്മയെ പെട്ടെന്ന് ഭക്ഷണം വിളമ്പിയൊക്കെ മാമ ഇരിക്കുക. എന്തായാലും ഞാൻ ആനന്ദിനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ബാലൻ എഴുന്നേറ്റ് പോവുക. എൻ്റെ പൊന്നെ എന്തുവാണോ. ഇതേ സമയം അവൻ അതിനകത്ത് കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും ബബാ വെച്ചുകൊണ്ട് കിടക്കുകയാണ്. പിച്ചും പെയ്യൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുക. ആനന്ദേ ആനന്ദേ എന്നും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് ചെന്നു. എന്താടാ, എന്ത് പറ്റി? ആശുപത്രി പോകണോ? അപ്പോഴേക്കും പതുക്കെ എഴുന്നേക്കുവാണ് ആനന്ദ്. അച്ഛാ എന്നും വിളിച്ച്. അപ്പോൾ ആകാശ് പറഞ്ഞു അച്ഛാ ഛർദ്ദിച്ച് തളർന്നതിൻ്റെ ആയിരിക്കും, ഏട്ടൻ കിടന്നോട്ടെ, ഏട്ടൻ റെസ്റ്റ് എടുത്തോട്ടെ അച്ഛാ. അപ്പോൾ ആര്യനും പറഞ്ഞു അതെ അച്ഛാ നമുക്ക് പുറത്ത് പോകാം. എന്താ ഇവിടെ ഒരു വൃത്തികെട്ട സ്മെല്ല്? അത് ഛർദിയുടെ സ്മെല്ലാണ്. ഭാഗ്യത്തിന് എൻ്റെ വയറ് ചതിച്ചില്ല, അല്ലെങ്കിൽ അപ്പുറത്തെ കെട്ടിൽ ഞാനും കാണുമായിരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് അച്ഛൻ പോകാൻ തുടങ്ങിയപ്പോഴപ്പോൾ ആനന്ദ് അച്ഛനെ പിടിച്ചവിടെ ഇരുത്തി. എന്താ മോനെ? അച്ഛ പറയാതെ അറിയാതെ നീ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന് പാട്ട് പാടുക. അപ്പോഴേക്കും ബാലന് മനസ്സിലായി, എടാ നീ മദ്യപിച്ചിട്ടുണ്ടോടാ? എടാ നീ മദ്യപിച്ചിട്ടുണ്ടോ? എൻ്റെ അച്ഛ ഒരു പൂ ഒരിക്കലേ പൂക്കൂ അച്ഛ, ഒരു പൂ ഒരിക്കലേ പൂക്കൂ, ഒരു പ്രേമം ഒരിക്കലേ മനസ്സിൽ വിരിയൂ അച്ഛാ. ലോകത്തിലെ ഏറ്റവും വലിയ വേദന വിരഹത്തിൻ്റെ വേദനയച്ഛാ. എന്തുവാടാ, എന്ത് ധൈര്യത്തിലാടാ നീ വെള്ളം ഒടിച്ച് എൻ്റെ മുന്നിൽ വന്നത്? അതച്ഛാ അന്ന് ധൈര്യമില്ലാത്ത എൻ്റെ പേരിലാച്ചാ ഞാൻ ഇങ്ങനെ ഇന്ന് വന്നത് എന്നൊക്കെ ആനന്ദ് പറയുക. ആര്യനും ആകാശം അന്തപ്പെട്ടിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ധർമ്മം പിടിച്ചു നിർത്തി. ആരാടാ നിന്നെ ഈ കോമാളി വേഷം കെട്ടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറയാതെ അറിയാതെ നീ പോയതല്ലേ എന്നും പറഞ്ഞിട്ട് ഇവൻ വീണ്ടും പാടുക. ഗോമതി ഗോമതി എന്താ വാലേട്ടാ, നിൻ്റെ മക്കളെല്ലാം കൂടെ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് നിനക്ക് അറിയാവോ എന്നും പറഞ്ഞ് ചൂരിലെടുക്കുക ആര്യനെ അടിക്കാനായിട്ട്. അനുവാണെങ്കിൽ തടയാൻ വന്ന് നിൽക്കുക, ധർമ്മം തടയാൻ വന്ന് നിൽക്കുക, ഭക്ഷണം കഴിക്കാം, ഇനി തണുത്തു പോകും. അപ്പം ഗോമതിയാണെങ്കിൽ വന്ന് ഇവനെ തല്ലരുത്. അല്ല ആനന്ദ് ഛർദ്ദിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ആഹാരത്തിൻ്റെ കുഴപ്പമല്ലേ? മോശപ്പെട്ട ആഹാരം കല്യാണ സദ്യക്ക് വിളമ്പിയതല്ലേ? ഇവനെ തല്ലണേ എന്തിനാ? നിൻ്റെ ഈ മോൻ ആനന്ദിന് മദ്യം മേടിച്ചു കൊടുത്തു, കുടിച്ച് ലെവല് കെട്ടാവൻ വന്നത്. ഗോമതിയാണെങ്കിൽ ആര്യനെ വഴക്ക് പറയും. അച്ഛൻ പറഞ്ഞത് സത്യമാണോ? ഇല്ല, എൻ്റെ മകൻ ആനന്ദ് മദ്യം ഒന്നും കഴിക്കില്ല. ധർമ്മനാണെങ്കിൽ അളിയാ ഭക്ഷണം കഴിക്കാളിയാ എന്നും പറഞ്ഞ് ഇടയ്ക്ക് കയറുക. ആനന്ദിന് ഭക്ഷണം പിടിച്ചില്ല, അതാണ് ഛർദ്ദിച്ച് തളർന്ന് ഇവർ എടുത്തോണ്ട് വന്നതന്നേ. ആര്യൻ പറഞ്ഞു ഏതോ ദേവിക്ക് പോലും ഇവർ നേർച്ചയിട്ടിട്ടാണ് വന്നത് എന്നൊക്കെ ഗോമതി പറഞ്ഞപ്പോഴേക്കും ആര്യൻ പറഞ്ഞു ഏതോ ദേവിയല്ല, ആനന്ദേട്ടന് ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ പേരാണ് ദേവി, ആ ദേവിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗോമതി അന്തം വിട്ടിങ്ങനെ നിൽക്കട്ടെ, എന്താണെന്ന് മനസ്സിലാവാതെ. ആ കുട്ടിയെ കണ്ട വിഷമത്തിൽ ഏട്ടൻ മദ്യപിച്ചതാ. അപ്പോൾ സത്യമാണോ? മദ്യപിച്ചോ? എൻ്റെ പൊന്നെ, എൻ്റെ ആനന്ദമോ മദ്യപിച്ചോ? എന്നാ അതൊന്ന് ചോദിക്കണമല്ലോ എന്നും പറഞ്ഞ് ചെന്നപ്പോൾ ആകാശ് പറഞ്ഞു വേണ്ട ആനന്ദേട്ടൻ കിടന്നോട്ടെ. ഈശ്വരാ എന്താ ഞാനിതെങ്ങനെ സഹിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കരച്ചില്ല. ബാലേട്ടൻ മദ്യപിക്കാറുണ്ട്, പക്ഷേ അത് പണ്ട് മുതലുള്ള ശീലമാണ്, അത് സാരമില്ല എന്ന് വെക്കാം. പക്ഷേ മക്കൾ എന്നും പറഞ്ഞിട്ട് ഗോമതി ഭയങ്കര വിഷമമായിപ്പോയി. ആനന്ദിന് മദ്യം മേടിച്ചു കൊടുത്തത് ഇവനായിരിക്കും, ഇവനാ ഉത്തരവാദി എന്നും പറഞ്ഞിട്ട് ആര്യനെ വഴക്ക് പറയാൻ തുടങ്ങുക. അപ്പോൾ ആകാശ് പറഞ്ഞു ആര്യം കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഇതിനിടയ്ക്ക് ധർമ്മം വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന്. അനു പറഞ്ഞു പോട്ടെ ഈ അച്ഛാ, ഈ തവണത്തേക്ക് ക്ഷമിക്ക്.
അപ്പോൾ ആര്യൻ പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം തുറന്ന് പറയാം, അച്ഛന് വിഷമം തോന്നരുത് കേട്ടോ. ആനന്ദേട്ടൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല, അത് അച്ഛനാ, അച്ഛൻ എന്ന് പറഞ്ഞപ്പോഴേക്കും ബാലൻ അന്തം വിട്ട് നിൽക്കുക. ബാലേട്ടൻ ഇവൻ എന്തൊക്കെയാണ് പറയുന്നേ? അതെ, ആനന്ദേട്ടൻ്റെ ഭാവി തകർത്തത് അച്ഛൻ തന്നെയാണ്, അച്ഛൻ. ആനന്ദേട്ടൻ്റെ കാമുകി ഇന്ന് കണ്ടു, പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചു, മദ്യപിച്ചു. അപ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ച് മദ്യപിച്ചിട്ട് ബാലേട്ടൻ്റെ തലയെ കൊണ്ട് വെക്കുന്നോ എന്നിങ്ങനെ ചോദിക്കാം. അപ്പോൾ ആര്യൻ പറഞ്ഞു, ബാലൻ പറഞ്ഞു, അതെ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. നിൻ്റെ മോൻ ആര്യൻ ഏതോ പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണം. അതിന് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഏട്ടന്മാരെ പറഞ്ഞ് അവനെ ഇളക്കുകയാണ്. അവരുടെ പ്രേമത്തിൻ്റെ പേര് പറഞ്ഞ് അവരെ ചീത്ത ശീലങ്ങളിലേക്ക് കൊണ്ടുപോയവൻ. പിന്നെ ഇവൻ്റെ കാര്യം എളുപ്പമായല്ലോ. എന്തായാലും അനു വന്നിട്ട് ആര്യേട്ടനോട് ഇത്തവണ ക്ഷമിക്കുക, ആര്യേട്ടൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ആര്യ ചോദിച്ചാൽ ഇനി ആനന്ദ് ചെയ്തു. അപ്പോൾ ഗോമതി പറഞ്ഞു, മക്കളെ കൊണ്ട് സത്യം ചെയ്യിക്കണം, ഇനി മദ്യപിക്കില്ല എന്ന് സത്യം ചെയ്യിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇവരാരും സത്യം ചെയ്യണ്ട, സത്യം ചെയ്യാൻ പോകുന്നതേ ഞാൻ ദേവമംഗലത്തെ ബാലൻ്റെ മക്കൾ മദ്യം കൈകൊണ്ട് തൊട്ടാൽ അന്നത്തോടെ അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്താകും. പിന്നെ പഴയ പ്രേമം, പുതിയ പ്രേമം, അതേപോലുള്ള പ്രേമങ്ങളൊന്നും ഇവിടെ എടുക്കാൻ സമ്മതിക്കത്തില്ല, ഇവിടെ ഒന്നും നടക്കത്തില്ല എന്നും പറഞ്ഞ് ബാലൻ ഒരു പോക്കും പോയി. ഗോമതിയാണെ കരച്ചിലും, അമ്മയെ കരയല്ലേ അമ്മേ എന്നും പറഞ്ഞിട്ട് അനുവും ആകാശം കൂടെ. എന്നാലും ആനന്ദവിന് ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എടാ ആര്യ, നീയാണോ വാങ്ങിച്ചു കൊടുത്തതെന്നൊക്കെ ചോദിക്കുക. എൻ്റെ പൊന്നമ്മ, ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ അച്ഛനും വിശ്വസിക്കാത്ത എന്തിയേ? അപ്പോൾ ആകാശ് പറഞ്ഞു, അമ്മ ആരും മേടിച്ചു കൊടുത്തിട്ടില്ല, സത്യമാണ് മക്കളെ, അച്ഛൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ. അപ്പോൾ ആര്യം പറഞ്ഞു, ബാക്കി എന്തും പറഞ്ഞോ സഹിക്കാം, പക്ഷേ ഇതുമാത്രം പറയരുത്. ഞങ്ങൾ സഹിച്ചാലും ദൈവം ഇതൊന്നും സഹിക്കത്തില്ല അമ്മേ. അത്രമാത്രം ഓർത്തോ എന്നും പറഞ്ഞിട്ട് ആര്യൻ അങ്ങ് പോവുക. പിന്നെ കാണിക്കുന്നത് ബാലൻ രാത്രിയിൽ കടയിലും ഗോമതി സ്റ്റോഴ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചധികം രാത്രി ആയിന്ന് തോന്നുന്നു. രാമേട്ടൻ ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഇത് നാളെ ഇനി ബാക്കി തീർക്കാം, ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാമേട്ടൻ പോയിക്കോ, ഞാനിത് തീർത്തിട്ടേ ഇറങ്ങുന്നുള്ളൂ. അല്ല, നീ പോകുന്ന വഴി എന്നെ വീട്ടിൽ ഇറക്കുമല്ലോ എന്ന് കരുതിയിട്ടല്ലേ ഞാൻ നിന്നത്? ഇത്രയും ജോലി ഉണ്ടായിരുന്നെങ്കിൽ ആ കാശിനെ പറഞ്ഞു വിടണമായിരുന്നോ? അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്താലല്ലേ ശരിയാവുള്ളൂ. അപ്പോഴേക്കും രാമൻ ചോദിച്ചു, അങ്ങ് മരിച്ചു പോയാൽ എന്ത് ചെയ്യും? നിങ്ങൾ എൻ്റെ തല തെറിക്കുന്ന കാര്യം പറയണോ? നിങ്ങളൊരു ഓട്ടോ വിളിച്ചങ്ങ് പോയേ, അതിന് എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുക്കണ്ടേ? ആ സമയത്താണ് ഒരു വണ്ടി അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ്റെ വണ്ടിയാണ്. മീനാക്ഷിയുടെ അച്ഛൻ വന്നിറങ്ങി. എന്തായാലും അയാൾ ഇങ്ങനെ വരുന്നതും രവീന്ദ്രൻ സാറല്ലേ അത് എന്ന് രാമേട്ടൻ ഇങ്ങനെ പറയുന്നതും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പക്ഷേ നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് രവീന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇവിടെ മോനാണ് പറയുന്നത്. ഇപ്പോൾ ആകാശാണോ ആര്യനാണോ എന്ന് എടുത്തു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആര്യനാണ് എന്ന്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആര്യനാണ് എന്ന് ആര്യൻ്റെ അച്ഛൻ ബാലൻ ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയും വീട്ടിൽ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം മീനാക്ഷി വന്നിട്ട് ആകാശിനോട് പറയുന്നുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ നീ വന്ന് വിളിക്കാനായിട്ട്. എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ വിശേഷവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി യു അഗെയിൻ. താങ്ക് യു.